കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അബി സൂര്യനാരായണന്റെ മനസ്സിന് ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് എഴുന്നേപ്പിച്ച് നടത്തണം, അതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞു മനസ്സിന് ബലം കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ അച്ഛനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിക്കും, പതുക്കെ പതുക്കെ. കാരണം തന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് വരണം. അല്ലെങ്കിൽ തനിക്ക് ഒരിക്കലും ഇനി എഴുന്നേക്കാൻ സാധിക്കില്ല, അങ്ങനെ ഓർത്ത് കിടന്നാൽ അതിന് മാത്രമേ പറ്റുള്ളൂ. പിന്നീട് അബി ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂര്യനാരായണോട് പറയണം. എല്ലാം കേട്ടിങ്ങനെ സൂര്യനാരായണൻ പറഞ്ഞു, എനിക്കറിയാം മോനെ, കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ എന്റെ ആ പ്രതീക്ഷകളെല്ലാം പോയി. ഇത്രയും ദിവസമായി ഇതുവരെ ആയിട്ടും എന്നെ കാണാനായിട്ട് നിന്റെ അമ്മയൊന്നും വന്നോ? ഇല്ലല്ലോ. അത്രയ്ക്കേ ഉള്ളൂ. ഒരു മനുഷ്യൻ വീണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവന് ഒരു വിലയില്ല, ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരു അവസ്ഥയാന്ന് പറയാം. ഇത് കേട്ടോ അഭി പറഞ്ഞു, ഇങ്ങനെയൊന്നും പറയല്ല അച്ഛാന്ന് പറയണേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? നിനക്ക് തന്നെ അറിയാലോ, ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി. പക്ഷെ ഇന്ന് വരെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഈ പറയണ നീയും അമ്മലും അമൃതയും ജാനിയൊക്കെ അല്ലാതെ വേറെ ആരെങ്കിലും എന്നെ തിരിഞ്ഞു പോലും നോക്കിയെന്ന് ചോദിക്കാം. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതാപമൊന്നും കാര്യങ്ങളൊന്നും നമ്മൾ വീണ് കിടപ്പിലായി പിന്നെ നമുക്ക് കാണത്തില്ല. എല്ലാവർക്കും പണവും അതൊക്കെ മതി, സ്വത്തും പണവും ഒക്കെ മതി. അതിനേക്കാൾ ഉപരി വേറെ ആർക്കും ഒന്നും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ അഭി പറഞ്ഞു, അങ്ങനെയല്ല അച്ഛാ. ഒരു പക്ഷെ അമ്മയുടെ മനസ്സിൽ അച്ഛനോട് ദേഷ്യം കാണുമായിരിക്കും. കാരണം അച്ഛന്റെ ചതി ഒരിക്കലും അമ്മയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഞാൻ ചതിയല്ലല്ലോ മോനെ ചെയ്തേ, അത് എനിക്കും അച്ഛനൊക്കെ അറിയാം. പക്ഷെങ്കിൽ അമ്മയ്ക്ക് അത് ചതിയായിട്ടാ തോന്നേ. അമ്മയുടെ മനസ്സിൽ അച്ഛൻ അമ്മയോട് പറയാതെ ചെയ്ത കാര്യമല്ലേ, അപ്പൊ അത് മറച്ചു വെച്ച് ചെയ്തതിന്റെ പേരിലാണ് അമ്മ ഇപ്പൊ ദേഷ്യം കാണിക്കണേ. സാരമില്ല, അച്ഛന്റെ അവസ്ഥയൊക്കെ മനസ്സിലാകുന്ന ദിവസം, അല്ലെങ്കിൽ അച്ഛനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം അമ്മയ്ക്ക് ഉണ്ടാവും എന്ന് പറയാം. പിന്നീട് അഭി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേനും സൂര്യനാരായണൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഒരു പക്ഷേങ്കില് താൻ ആ റിസോർട്ടിന്റെ കാര്യം അത് അന്ന് അവളോട് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ അറിയില്ല. ഒരു പക്ഷെ അന്ന് മറച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ അന്നൊന്ന് അബിയുടെ പേരിൽ അവൾ എഴുതാൻ സമ്മതിക്കുമായിരുന്നു എന്ന് പോലും അറിയത്തില്ല. പക്ഷെ അത് തിരികെ ആ വിൽപ്പത്രം റദ്ദ് ചെയ്തിട്ട് പോലും അവളൊന്നും വന്ന് കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അബി പുറത്തേക്ക് വന്നപ്പോൾ ജാനകി പറഞ്ഞു, അതെ ഞാന് പുന്നുവിനെ കണ്ട് 2 ദിവസമായില്ലേ, ഞാനിന്ന് വീട് വരെ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് അബി പറഞ്ഞു, ശരിയാ പോയിട്ട് വാ, മോൾക്ക് ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ പോയി ഒരു കാര്യം ചെയ്യാം, മോളെ കൂട്ടിക്കൊണ്ട് വാ, അവൾക്ക് അവളുടെ അച്ഛനെ ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് പറയാണ്. പിന്നീട് ജാനകി വീട്ടിലേക്ക് പോരുക. ഈ സമയത്ത് ലച്ചു അടുക്കള കിടന്ന് പണിയോട് പണിയായിരുന്നു. കാരണം ലച്ചുവിനാണ് ഫുള്ള് പണി. ജാനിയും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ലച്ചുവിനെ ക്ലാസ്സിൽ പോലും വിടാതെ ഇട്ട് പണിയിച്ചോണ്ടിരിക്കുകയാണ് അപർണ. കാരണം ലച്ചു ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല, വീട്ടുപണികളൊക്കെ ചെയ്യാൻ ആരുമില്ല. അതിനേക്കാൾ ഉപരി അവളുടെ പഠിപ്പ് എങ്ങനെയല്ലൊന്നും മുടക്കണം, അതാണ്. അപ്പൊ അതിന് കിട്ടിയൊരു അവസരമല്ലേ, അത് പാഴാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലച്ചു ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അമൽ അങ്ങോട്ട് വരുന്നത്. അമൽ വന്നിട്ട് ചോദിച്ചു, അല്ല ഇന്ന് ലച്ചു ക്ലാസ്സിൽ പോയില്ല നിൽക്കാം? ഇല്ല അമലേട്ടാ, എന്താ പോവത്തെ? അത് പിന്നെ ജാനിയടുത്ത് ഇവിടെ ഇല്ലല്ലോ, ജാനിയടുത്തേയും കൂടെ ഇല്ലാത്തോണ്ട് ഞാൻ പോവാത്തെന്ന് പറയണ. വീട്ടിലെ പണികളൊക്കെ തീർക്കണ്ടെന്ന് നിൽക്കും. ഓഹോ, അപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലേന്ന് നിൽക്കും. വേണ്ട അമലേട്ടാ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, ജാനിയടുത്ത് വന്നതിന് ശേഷം ഞാൻ പോയിക്കോളാന്ന് പറയണ. അമല് പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. അമല് രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങുവാണ്. ഈ സമയം അപർണയോട് പറഞ്ഞു, നീ ചെയ്യുന്ന കുറച്ച് ക്രൂരതയാട്ടോ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് ആ കൊച്ചിനെ കൂടെ തന്നെ ഇവർക്കുന്നത് പണികളൊക്കെ ചെയ്യിക്കുന്നത്. ഓ അമലിന് ഇത്രമാത്രം അവളോട് സഹതാവണോ? എന്നൊരു കാര്യം ചെയ്യ, അമല് കയറി അടുക്കള കയറി സഹായിക്കാൻ നോക്കിക്കോളാൻ പറയണം. ഇത് കേട്ട അമല് പറഞ്ഞു, ദേ വേണ്ട കേട്ടാ അപർണെ, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. തൽക്കാലത്തേക്ക് ഞാനൊന്നും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ തന്നെ മനുഷ്യന് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ് എന്നും പറഞ്ഞിട്ട് അമൽ അങ്ങോട്ടേക്ക് പോവാണ്. അപർണ പറഞ്ഞു, ഭ്രാന്ത് പിടിക്കൂടാ നിന്റെ തലയ്ക്ക്, നിന്റെ അച്ഛനല്ലേ ഇന്നോ നാളെയെന്നും പറഞ്ഞ് കിടക്കുന്നേ. അധികം വൈകാതെ തന്നെ നിന്റെ അച്ഛൻ മേപ്പോട്ട് അങ്ങോട്ട് പോകും. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കാനിട്ട് എന്റെ അച്ഛനായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നേ. ആ അളകാപുരിയുടെ പേര് മാറ്റിയിട്ട് പടനിലൊന്നിടും. അത് അധികം വൈകാതെ തന്നെ സംഭവിക്കും, നീ കണ്ടോളാൻ പറഞ്ഞിട്ട് അപർണ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം സുമംഗലാമ്മ പ്രഭാവതിയുടെ അടുത്തേക്ക് ഇല്ലാണ്. പിന്നീട് പറഞ്ഞു, പ്രഭാവതി നീ ഇങ്ങനെ ഈ ഇരിപ്പിരുന്നാലോ, ദേ നീ ചെന്നാ സൂര്യനെ കാണുമെങ്കിലും ചെയ്യാൻ പറയണം. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് പോയി കണ്ടുകൂടെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാന്, ഓഹോ അമ്മയ്ക്ക് പറ്റില്ലല്ലേ, അപ്പൊ എന്നെ ഉന്തി തള്ളി വരണോ അല്ലേന്ന് ചോദിക്കുക. എനിക്ക് എന്താളും പോവാനായിട്ട് താല്പര്യമില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയണം. ദേ വാശിയും പിണക്കും ഒക്കെ വെച്ചോണ്ടിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞത് കഴിഞ്ഞു. അവന് വയ്യാതെ കിടക്കുന്ന സമയത്ത് നീ ചെന്നില്ലെങ്കിൽ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും? അതെ ഞാൻ ചെന്നില്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിച്ചു എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാം ആ കാര്യത്തില്. അതുകൊണ്ട് എന്റെ കാര്യം അമ്മ നോക്കാനും വേണ്ട, അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പറഞ്ഞ് പ്രഭാവതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. സുമംഗലിക്ക് മനസ്സിലായി ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്നുള്ള കാര്യം.
പിന്നീട് സുമംഗല ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അപർണ ചോദിച്ചു, അല്ല മുത്തശ്ശി പോകുന്നില്ലേ ഹോസ്പിറ്റലിൽ നിൽക്കും? ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലെന്ന്. ഒന്നാമത്തൊക്കെ എനിക്ക് കാലിലും കൈക്കും ഒക്കെ നല്ല വേദനയാ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ ഇനിയിപ്പം അവനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല സൂര്യനെ, ആ സമയത്ത് ഞാൻ കണ്ടോളാം. ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനായിട്ട് എനിക്ക് മടിയാ. അത് മാത്രമല്ല അവിടുത്തെ സ്മെല്ലൊന്നും എനിക്ക് അത്ര പിടിക്കത്തൊന്നും ഇല്ലാന്ന് പറയാണ്. അത് കേട്ടതും അപർണയ്ക്ക് മനസ്സിലായി, ഇവരുടെ ഉള്ളിലിരിപ്പ് വേറെയാണ്, അതുകൊണ്ടാണ് ഇവര് പോവാത്തെന്നുള്ള സത്യം. സ്വന്തം മക്കളും എന്തിനേറെ പറയുന്നത് ഭാര്യയെ പോലും പോകുന്നില്ല, പിന്നെയാണ് താന് എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അപർണ അങ്ങോട്ടേക്ക് കയറി പോവാ. ഈ സമയം ജാനകി വീട്ടിലേക്ക് വന്നു. ജാനകി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവിടെ അടുക്കള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുമായിരുന്നു. ലച്ചുവിനോട് ചോദിച്ചു, അല്ല എന്തിയെ പൊന്നുവിനെ കണ്ടില്ലോ എന്ന് പറയണം. അത് പൊന്നു അവിടെ ഉണ്ടെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? ജാനകി പൊന്നുവിനെ അന്വേഷിച്ച് പൊന്നുവിനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. മുറിയിലൊക്കെ ചെന്ന് നോക്കിട്ട് കണ്ടില്ല, ഇവളിത് എവിടെ പോയി ഇരിക്കുക എന്നൊരു ചിന്തയായിരുന്നു ജാനിയുടെ മനസ്സിൽ. പിന്നീട് ലച്ചുവിനോട് പറഞ്ഞു, പൊന്നുവിനെ അവിടെ കണ്ടില്ലല്ലോ എന്ന് പറയണം. അവിടെ ഉണ്ട് ജാനി അടുത്തി, ഇതേ കുറച്ചു മുമ്പ് ഞാനിവിടെ ഹാളിലേക്ക് വന്നപ്പോ ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നത് കണ്ടായിരുന്നു. പടം വരയ്ക്കുന്ന കണ്ട ഞാൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയണം. പിന്നീട് ജാനകി ലച്ചുവും കൂടി അവിടെ എല്ലാം നോക്കണം. പക്ഷെ അവിടെയും കണ്ടില്ല. പെരക്കകത്ത് കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ വെപ്രാളമായി. വീടിനകത്ത് ഫുൾ അന്വേഷിച്ചു, കണ്ടില്ല. പിന്നീട് പുറത്തിറങ്ങി അവിടെ എല്ലാം നോക്കുവാണ്. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ടെൻഷനായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ പുറത്തിറങ്ങിയിട്ട് ആ റോഡിൽ കൂടെ ഒക്കെ നടന്ന് അന്വേഷിക്കുക. ഇനിയിപ്പോ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ, ഇനിയിപ്പോ വല്ല കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആരോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോയത് പോലും അറിയത്തില്ല. എങ്ങനെ പൊന്നു അങ്ങനെ പോകുന്ന ഒരാളല്ല, ഒരു കുട്ടിയുമല്ല, വീട് വിട്ടവൺ അങ്ങനെ പോവാറുമില്ല. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ജാനകിക്ക്. ജാനകി പെട്ടെന്ന് തന്നെ അബീനെ വിളിക്കുകയാണ്. അബീനെ വിളിച്ചിട്ട്, അബിയേട്ടാ പൊന്നുവിനെ കാണുന്നില്ല എന്ന് പറയണ. നീ എന്താ ജാനകി പറയണേ? പൊന്നുവിനെ കാണുന്നില്ലെന്നോ? അവൾ എങ്ങോട്ട് പോകാനാ? അവൾ ആ വീട്ടിനകത്ത് എവിടെയെങ്കിലും കാണുമെന്ന് പറയാ. ഇത് ഇവിടെ എല്ലാം നോക്കി, ഇവിടെ ഒന്നും അന്വേഷിച്ചിട്ട് കാണുന്നില്ല എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലായിരുന്നു. അബിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വീട്ടിലേക്ക് പോകാനും പറ്റില്ല, അച്ഛനെ ഇട്ടിട്ട് പോകാനും പറ്റില്ല. പൊന്നുവിനെ കാണാനില്ലെന്ന് വാർത്ത എറിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്നും അറിയത്തില്ല. പിന്നീട് ജാനി പറഞ്ഞു, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ അബിയേട്ടൻ തൽക്കാലത്തേക്ക് അച്ഛൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ പറയാണ്. പിന്നീട് ജാനകി അവിടെ എല്ലാം ഒന്നുകൂടെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്തൊന്നും പൊന്നുവിനെ കിട്ടില്ല. അവസാനം ജാനകിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസ്ഥ വന്നു. പൊന്നുവിന് ഇനി വല്ല അപകടമോ ആപത്തോ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഈ സമയത്ത് അപർണയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പൊന്നുവിനെ കാണാനില്ലെന്ന വാർത്ത കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സന്തോഷച്ചിരിയോട് കൂടിയിട്ട് അപർണ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോഴേക്കും നിരഞ്ജന ഓടി വന്നു. നിരഞ്ജന വന്നിട്ട് ജാനകിയുടെ കാര്യങ്ങൾ തിരക്കുവാണ്. അപ്പോഴാണ് നിരഞ്ജന ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. നിരഞ്ജനയും കൂടെ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് അജയനെ വിളിച്ച് പൊന്നുവിനെ കാണാനില്ലെന്നുള്ള കാര്യം പറയാ. ഇത് കേട്ടതും അജയ്ക്ക് ഒരു മൈൻഡും ഇല്ലായിരുന്നു. അജയ് പറഞ്ഞു, അവളെ എവിടെപ്പാനാ, അവളെവിടെയും കാണും, വെറുതെ മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട് നീ ഒന്ന് വെച്ചിട്ട് പോ നിരഞ്ജനെ എന്നൊക്കെ പറയണം. നിരഞ്ജനയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഒന്നുമല്ലേ ഏട്ടന്റെ കുഞ്ഞല്ലേ, അവളെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ സാധാരണഗതിയിൽ ആരാണെങ്കിലും കുഞ്ഞു കൊച്ചല്ലേ ഒന്ന് വരുകയും ചെയ്യും, നോക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഈ സമയത്ത് വരാനോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ പോലും അജയ് കൂട്ടാക്കില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു നിരഞ്ജനയ്ക്ക്. ജാനകി പൊട്ടിക്കരയുന്ന സമയത്ത് നിരഞ്ജന പോയി ആശ്വസിപ്പിക്കണം. അതെ ജാനിയെടുത്ത് വിഷമിക്കണ്ട, പൊന്നു എവിടെയും കാണും, പൊന്നു ഇപ്പൊ തന്നെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. ജാനകിക്ക് ടെൻഷൻ വേറൊന്നുമല്ല, ഒരു പക്ഷെ ഇതിനു മുമ്പ് അപർണ അവളെ തട്ടിക്കൊണ്ടു പോയിട്ട് അന്ന് ആ റിസോർട്ടിൽ വെച്ചിട്ട് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചേ. ഒരുപക്ഷെ ഇന്നും അങ്ങനെ എന്തേലും ആണോ, അപർണയാണോ ഇതിന്റെ പിന്നില്, എന്തേലും അവൾ വൈരാഗ്യബുദ്ധിയോടെ ചെയ്താണെന്നും പറയാൻ പറ്റില്ല. ജാനകിക്ക് ഭ്രാന്ത് പിടിക്കുന്നപോലെ തോന്നി. ജാനകി നേരെ അപർണയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് സത്യം പറ അപർണെ, എന്റെ പൊന്നു എന്തിയെ, എന്റെ പൊന്നുവിനെ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുക. ഇത് കേട്ടത് അപർണ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പൊന്നുവിനെ കണ്ടിട്ടും കൂടെ ഇല്ലെന്ന് പറയണ. വെറുതെ കള്ളത്തരം പറയണ്ട, നീ അറിയത്തില്ലാതെ എന്റെ പൊന്നുവിന് ഒന്നും സംഭവിക്കില്ല. മൂന്നാർ വെച്ച് നടന്ന കാര്യങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ലെന്ന് പറയാം. ദേ വെറുതെ എന്നോട് ചോദിച്ചു വന്നിട്ട് കാര്യമില്ല, പൊന്നു എവിടെയാന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറയണം. ഇത് കേട്ടപ്പോ ജാനകിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇവളൊന്നും വിട്ടു പറയാനായിട്ട് പോകുന്നില്ല. ഇനി ഇവളുടെ നാവിൽ നിന്നൊന്നും കിട്ടുമെന്ന് തോന്നില്ല. ഒന്നെങ്കിൽ പോലീസ് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താ ഏതവസ്ഥയെന്ന് അറിയത്തില്ല. പൊന്നൂന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പ്രമോ വിശേഷം കണ്ടപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പൊന്നൂർ ക്ഷേത്രത്തിൽ പോയി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നേ. ഇനിയിപ്പോ പൊന്നൂസ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോയതാണെന്ന് അറിയില്ല. അങ്ങനെ പോയി ഒറ്റയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ച് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോന്നും അറിയത്തില്ല. അതോ ഇനിയിപ്പോ അപർണയുടെ തന്ത്രമാണെന്ന് അറിയത്തില്ല. അപർണ പൊന്നൂനെ അവിടുന്ന് മാറ്റിയതാണെന്നും പറയാൻ പറ്റില്ല. കാരണം അപർണയുടെ മനസ്സ് അത്രയ്ക്ക് ക്രൂരമാണ്. കൊച്ചു കുഞ്ഞിനോട് പോലും ദയ കാണിക്കാത്തൊരു മനസ്സാണ്. അവൾക്ക് സ്വത്തും പണവും മാത്രം മതി, അവളുടെ പിടിവാശി ജയിച്ചാൽ മതി. അതിനുവേണ്ടി എന്ത് വൃത്തികെട്ട കളി കളിക്കാനും അവള് തയ്യാറാ. പക്ഷെ പൊന്നൂനൊന്നും സംഭവിക്കത്തൊന്നുമില്ല. പൊന്നു മടങ്ങി വരിക തന്നെ ചെയ്യും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.